ഓ അവിടെ ഒരുക്കം കണ്ടാ തോന്നും മകളെ അല്ല ഇവളെയാണ് പെണ്ണ് കാണാൻ വരുന്നത്. മോളെ പെണ്ണ് കാണാൻ വരുന്നവരെ തള്ളയ്ക്ക് ഒരു നോട്ടമൊക്കെ ഉണ്ടാകും. അതിനിങ്ങനെ അസൂയം കുശുമ്പൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നാ പിന്നെ അവന്റെ കാര്യം കട്ടപ്പോക. അതും ഇതും പറഞ്ഞോണ്ട് നിന്നോ. അല്ല നിങ്ങൾ കടി മേടിച്ചായിരുന്നോ? ഇപ്പം തന്നെ ഞാൻ കടി മേടിച്ചാ ഒരു വട്ടി ഇവിടെ വരെ എന്നെ ഓടിച്ചിട്ട് പിടിച്ചാ. പട്ടിയുടെ കടി മേടിച്ചോണ്ട് വന്നോന്നല്ല ചോദിച്ചത്. അവർക്ക് ചായക്ക് കൊടുക്കാനുള്ള കടി മേടിച്ചോന്നാ ചോദിച്ചത്. ഇങ്ങനെ നോക്കി നിക്കാതെ എന്റെ ഈ മുമ്പും ബിമ്പും ഒക്കെ ഇന്ന് ശരിയായോന്ന് നോക്ക്. മുമ്പും ബിമ്പും നോക്കാതെ എടുത്ത് ചാടിയതിന് ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. വേറെ ഒന്നും ഇല്ല പറയാന്. നിങ്ങൾ മുല്ലപ്പൂ മേടിച്ചോ? മുല്ലപ്പൂ നിനക്കെന്തിനാണ് ഈ മുല്ലപ്പൂ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ എന്തോ ഒരു കവിത. ഈ കല്ലാരാന്നും പൂവാരാന്നും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇന്നതാരം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് കൊടുത്തങ്ങ് ഇറങ്ങി. എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങ് ഇറങ്ങി. സ്വിമ്മിംഗ് സൂട്ട് വിട്ട് ഇറങ്ങി. നീന്തൽക്കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലോവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരോട് എല്ലാം പുലികളും. അപ്പൊ അച്ഛൻ സിംഹല്ലേ? അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹസ്താരവം അച്ഛൻ ഒറ്റ ഡൈവിംഗ് ഫിഷിംഗ് പോയിന്റിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയും തോർത്തി രാഷ്ട്രാതി ഇട്ട് കൊടുക്കണ്ടേ? അതിന്റെ പനി പിടിക്കും പുള്ളി. ഞാൻ ഫിഷിംഗ് പോയിന്റിൽ തന്നെ ഇങ്ങനെ അച്ഛൻ വന്നാൽ നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാൽ തിരിയാത്ത സകല രാജ്യക്കാരും നീന്തി കയറി പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. എനിക്കറിയോ അങ്ങനെ പോയി. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ്ങ് പറ്റിച്ച് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഈ തന്തപ്പടി. ആ ചാടിയ ചാട്ടത്തിന് താഴത്തെ ടൈലറ്റ് തലയടിച്ചത് ഇങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. അവിടെ പിന്നെ ഒരു ഗുണമുണ്ടായി. ആ ചാട്ടം കൊണ്ട് ഒളിമ്പിക്സിന് ഒരു ഗുണമുണ്ടായി. ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ? ആ എംബ്ലം വരുന്ന പിറ്റ ഒളിമ്പിക്സിൽ ലോകം ഒറ്റ ചാട്ടത്തിൽ ലോകം കയറി വെച്ചാണ് എന്റെ അച്ഛൻ. ഇപ്പൊ നിലവിലെന്തോ പ്രശ്നം എന്താ പറ? നിലവില് അവനാന്നേരുണ്ടോ ആ തെങ്ങ് പിടിച്ചു വീണ് കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യ അങ്ങ് ഗൾഫിൽ വിട്ട്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇല്ല പിന്നെ എന്തുവാ? ഒരു ഇവിടെ ഗൾഫിൽ പോയ മൂന്നിന്റെ ഒന്ന് നോക്കിവിടണ കുളിമുറി പിന്നെ വെട്ടാം. കുളിമുറിക്കകത്ത് പിന്നെയും വെട്ടോ? നീ എങ്ങനെ കണ്ടത്? ഞാൻ അതിന്റെ മേളിൽ നിൽക്കുവായിരുന്നു. എന്തിനാ മതിലിന്റെ മേളിൽ കയറുന്നത്? ശുദ്ധവായു ശ്വസിക്കാം. മതിലിന്റെ മേളിൽ കയറുന്നാലേ പറ്റത്തുള്ളൂ. ബാക്കി എന്തോ പിന്നെ പറ. അപ്പൊ ഞാൻ എന്തോ ഇത് അറിയണമല്ലോ. ഞാൻ കാട്ടി ചാടി മുള്ളിന്റെ അകത്തൂടെ മുട്ട ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അല്ല അവൻ തെറ്റായ മാർഗത്തിൽ പോകുന്നവനാന്ന് അവനെ ഉപദേശിക്കാൻ പോയാ നമുക്കൊരു പൗരധർമ്മം ഇല്ലയോ? പൗരധർമ്മം ഉണ്ട്. പൗരധർമ്മം കൊണ്ട് അങ്ങ് പോവുക. അവിടെ ചെന്ന് നോക്കിയപ്പോ അവന്റെ അമ്മായിയമ്മ കുളിച്ചോണ്ട് ഇവനെങ്കിലും മടലും എടുത്തോണ്ട് ഓടി വന്ന് തെറിയും വിളിച്ചോണ്ട് അടിയൊക്കെ കിട്ടണം നിനക്ക്. അവൻ വൃത്തിയാണല്ലേ അവൻ കാണിച്ചത്. അവനെന്തോ വൃത്തിയോട് കാണിച്ചെന്നാ പറഞ്ഞത്. ഇത്രയൊക്കെ ക്ഷമിക്കാതെ അവൻ ഇതോടെ ക്ഷമിച്ചാലോ? അവൻ ക്ഷമിക്കാത്തതിന്റെ പ്രശ്നം അത് പറ. എനിക്ക് എന്റെ ഈ 1500 രൂപ കിട്ടണം. 1500 രൂപ കിട്ടാനുള്ള പരാതി എഴുത്ത്. അല്ല 1500 രൂപയുടെ പരാതി എന്തുവാ? അത് തെങ്ങ് പറഞ്ഞു വീണപ്പോ ഞാനൊരു അലുവിന് ഏണി മേടിച്ചായിരുന്നു. അന്നേരം ഈ പട്ടി അവന്റെ പെണ്ണുമ്പിള്ളെ പറഞ്ഞു ഗൾഫിൽ വിട്ടു. പിന്നെ ആ ഏണി എന്താ ഉണ്ടാക്കാനാ? അതിന്റെ പൈസ എനിക്ക് വേണം. അതിന്റെ 1500 രൂപ മേടിക്കാൻ വന്നാണ്. ഇപ്പം എവിടെയാ താമസം? ഞാൻ പന്തളത്താണ് താമസം. പന്തളത്ത് എവിടെ? പാറശാല. പന്തളത്ത് പാറശാല? ഓ എന്റെ ഭാര്യ വീട് പാറശാലയല്ലേ? അപ്പൊ അവിടുന്ന് പന്തളത്ത് വരുമ്പോ ഞാൻ താമസിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതല്ലെന്ന്, നീയും ഭാര്യയായിട്ട് പന്തളത്താണല്ലോ താമസം. ഓ പന്തളത്ത് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. പന്തളത്ത് വന്നാ പിന്നെ താമസമില്ലല്ലോ, പെട്ടെന്ന് വീട്ടിൽ പോവാലോ. ഇടാ അതല്ല ഞാൻ ചോദിച്ചത്. ഇടാ നീ പന്തളത്തല്ലേ ഭാര്യയായിട്ട് താമസിക്കുന്നു? ആ പന്തളം എവിടെയാ? പന്തളത്ത് ഞാൻ ജംഗ്ഷനിൽ വന്നെങ്കിൽ ആട്ടോയിൽ കാറുണ്ട്, പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, പിന്നെ താമസം വരുന്നില്ലല്ലോ. അതല്ലെന്ന് പന്തളം എവിടെയാണ്? പന്തളത്ത് എന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ? പന്തളത്ത് നീയും നിന്റെ ഭാര്യ എവിടെയാണ് താമസം? പന്തളം ജംഗ്ഷനിൽ വന്നു. അവിടെ ഓട്ടോയും കാറും കൂടെ ഇല്ലേ, പിന്നെ താമസത്തിന് പിന്നെ കയറി വെക്കൂടെ. നീ ഒരു കാര്യം ചെയ്യണം, ആ പന്തളത്ത് കടത്തിന്റെ ഇല്ലല്ലോ പോയി കേട്ടോ. ഒളിമ്പിക്സ് 7 ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ് ഈ മാരത്തോൺ. അപ്പം ചെന്ന് ആദ്യത്തെ ദിവസം മാരത്തോണിനായി ട്രാക്കിലേക്ക് ഇറങ്ങി. ഉടാകാടിയന്മാരെ 20 രാജ്യക്കാർ ചുറ്റും. ആദ്യത്തെ വെടി മുഴങ്ങി. അപ്പനൊരു കുതിപ്പായി ഉള്ളത് പറയാലോ. അപ്പൻ ഇതേവരെ അങ്ങനെ ഒരു കുതിക്കണം ഞാൻ കണ്ടിട്ടില്ല. കുതിപ്പ് മാത്രമല്ല, ആ കുതിപ്പിന്റെ കൂടെ ഒരു കുന്തളിപ്പ് കൂടി പുള്ളിയുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് സംഭവം കളം പാടും. അപ്പൻ ട്രാക്കിന് തീ പിടിപ്പിക്കും. അപ്പൻ ഓടി തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. പുറകിൽ
വീട്ടുകാരും കാണില്ല, എല്ലാരും മുമ്പേ മുന്നേ ഓടുമ്പോ അപ്പന് വാശിയാണ്. പിന്നെ അപ്പം പറക്കുവാ. എന്റെ പൊന്ന് ബിജു, അപ്പം പറന്ന് ഫിനിഷിംഗ് പോയി ചെല്ലുന്ന കാണുന്ന കാഴ്ച ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം നടക്കും. 7ാമത്തെ ദിവസമാണ് ഓടി ഫിനിഷ് ചെയ്തത്. 7ാമത്തെ ദിവസമെങ്കിലും എത്തിയത് അമ്മയുടെ നേർച്ചയും വഴി. അവരൊക്കെ ട്രോഫി മേടിച്ച് അവരവരുടെ രാജ്യത്തിന് പോയി പെയിന്റിംഗ് പണിക്ക് പോകാൻ. അതൊക്കെ തുടങ്ങിയിട്ട് ഞാനാരാ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് ഞാനാരാന്ന്. എടോ, എനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എടോ, എന്റെ വായിൽ നാക്കില്ലേ? സത്യത്തിൽ നീ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് എന്താ വേണ്ടേ? ഇത് ആരുടെ കാപ്പിൽ മുടിയാൻ? എന്റെ ഭാര്യ നീ കൂടെ താമസിക്കുന്ന നിന്റെ വീട്ടിൽ എനിക്ക് എന്ത് കാര്യം? അയ്യോ, എന്താ പറയുന്നത്? കുറച്ചാൾ ഗൾഫിലായിരുന്നു. ആര്? പിന്നെ ഇവിടെ വന്നതിന് ശേഷം വിളിയോട്ടൊന്നും പോക്കില്ല. പോണ്ട, തല്ലി കൊല്ലും ആൾക്കാര്. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു സ്കോച്ച് കൊണ്ടുവന്നായിരുന്നു. ആ സ്കോച്ച് ഞാൻ കുടിക്കൂ. ആ സ്കോച്ച് ഞാൻ കുടിക്കുമെന്നോ? ഞാൻ കുടിക്കുന്നത് എന്നോടാണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി സ്കോച്ച് എടുത്തു വരാം. ഞാൻ സ്കോച്ച് കുടിച്ചിട്ടേ പോകും. ഞാൻ ഓടിക്കളയായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലക്കാരും അവര് പള്ളിക്കാരുവാ. അപ്പൊ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴത്തേന് പറഞ്ഞ് അവിടെ പള്ളിയിലുള്ള പേരിടണമെന്ന് പറഞ്ഞു. പള്ളിപ്പേര് ചില ആൾക്കാർ അങ്ങനെ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ അമ്പലത്തുള്ള പേരിടണമെന്ന്. രണ്ടുപേർക്കും കൂട്ടുകാർക്കും ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ട്. എന്തായിരുന്നു പേരുന്നത്? ആരാധനാന്ന്. അമ്പലത്തിലും പള്ളിയിലും ഉണ്ടല്ലോ. രണ്ടാമത്തെ കുഞ്ഞു വരുമ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അമ്പലത്തിലും വേണം പള്ളിയിലും വേണം. പള്ളിയിലും വേണം. ഒരു കാര്യം ചെയ്യും, കാണിക്കാൻ ചെയ്യുന്നില്ല. കാണിക്കും. അമ്പലത്തിലും ഉണ്ട് പള്ളിയിലും ഉണ്ട്. തനിക്കൊന്ന് വിവരമില്ലയോ? ഇവരെല്ലാരും ഇങ്ങനെ വാശി പിടിച്ചാൽ എന്നാ ചെയ്യുന്നത്? നീ പറഞ്ഞു പറ. അതെ, ഞാനാണല്ലോ അവന്റെ കുഞ്ഞിന്റെ അച്ഛൻ. അതെ. അപ്പൊ എന്റെ പേര് ലാസ്റ്റ് വരണം. അതായത് പേരിന്റെ കൂടെ സുനിൽ രാജ്, മനസ്സിലായില്ലേ? സുമേഷ് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞോട്ട് ഒരു മധുരമുള്ള പേരും ആയിരിക്കണം. എന്റെ പേര് ലാസ്റ്റ് വരണം. മധുരമുള്ള പേരും വേണം, നിന്റെ ലാസ്റ്റും വേണം. മധുരക്കിഴങ്ങുന്നത്